ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് കോട്ട് കോളർ വെച്ച് ഒരു ഫ്രോക്ക് മോഡൽ സ്റ്റിച്ച് ചെയ്യുന്നത് കാണാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 2 മീറ്റർ ലൈനിങ്ങും 2.5 മീറ്റർ മെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം കേട്ടോ. 4 മടക്കിയിട്ടിട്ടുണ്ട്. ഫുൾ ലെങ്ത് ആദ്യം അടയാളപ്പെടുത്തുക. അപ്പോൾ എത്രയാണോ ലൈനിങ്ങിൽ ലെങ്ത്ത് വേണ്ടത് അത് നമുക്ക് എടുക്കാം കേട്ടോ. മെയിൻ ക്ലോത്തിൽ നിന്നും 2 ഇഞ്ച് വരെ നമുക്ക് കുറവെടുക്കാം. അതിനുശേഷം ഞാൻ ഷോൾഡർ 6.5 ഇഞ്ച് അടയാളപ്പെടുത്തി, അതിൽ നിന്ന് താഴേക്ക് 6.5 ഇഞ്ച് ആം ഹോൾ അടയാളപ്പെടുത്തി, എന്നിട്ട് എൽ ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തിയിട്ടാ. എത്രയാണോ ചെസ്റ്റ് റൗണ്ട് വേണ്ടത് അത് അടയാളപ്പെടുത്തി, അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് അലവൻസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൽ നിന്നും താഴേക്ക് അബ്ഡോമിനൽ ലെങ്ത് അടയാളപ്പെടുത്തേണ്ട. അപ്പം നമ്മുടെ നീളം കൂടുതലനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ എനിക്കിവിടെ 19 ഇഞ്ചാണ് അബ്ഡോമിനൽ ലെങ്ത്ത്. അതിൽ നിന്ന് നമുക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 13 മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 13ൻ്റെ അവിടെ നമ്മൾ എത്രയാണോ ഷേപ്പ് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് അലവൻസും കൂടി കൊടുക്കുക. ഹിപ്പ് റൗണ്ട് എത്ര വേണം, ഹിപ്പ് റൗണ്ടും അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.5 ഇഞ്ച് അലവൻസും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോള് റെഡിയാക്കി എടുക്കാം കേട്ടോ. ആം ഹോള് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ഇഞ്ച് ഫ്രണ്ട് ആം ഹോളും 1.5 ഇഞ്ച് ബാക്ക് ആം ഹോളും അടയാളപ്പെടുത്തിയിട്ട് റൗണ്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ വിഡ്ത്ത് അടയാളപ്പെടുത്താം കേട്ടോ. അപ്പോൾ ബോട്ടം വിഡ്ത്ത് ഞാൻ ഫുള്ളായിട്ട് ആ തുണി മൊത്തത്തിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ നിന്ന് താഴെ ഭാഗത്തു നിന്ന് മുകളിലേക്ക് 2-2.5 ഇഞ്ചോ മുകളിലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഷേപ്പ് ചെയ്ത് ഇതുപോലെ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് അടയാളപ്പെടുത്താം കേട്ടോ. അപ്പം നെക്ക് നമുക്ക് 3 ഇഞ്ചാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 3ൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ കൂട്ടിയിട്ട് നെക്ക് വിടുത്ത് അടയാളപ്പെടുത്താം. അപ്പം ഞാനിവിടെ 3.25 ഇഞ്ച് നെക്ക് വിടുത്തും ലെങ്ത്ത് 4 ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ട് സ്ക്വയർ ചെയ്ത് വരച്ചിട്ട് വി ഷേപ്പിലൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് 3.25 ഇഞ്ച് വിടുത്തിലും 1/2 ഇഞ്ചിൽ ലെങ്ത്ത് എടുത്തിട്ട് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അടിയിൽ നിന്നാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ബാക്ക് ആം ഹോളാണ് ആദ്യം കട്ട് ചെയ്തെടുക്കണേ കേട്ടോ. അതിനുശേഷം സെപ്പറേറ്റ് ഇട്ടിട്ടാണ് ഞാൻ ഫ്രണ്ട് ആം ഹോളും നെക്കിൻ്റെ ഭാഗവും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് 4 മടക്കിയിട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം താഴെ മെയിൻ ക്ലോത്ത് വെച്ചിട്ട് മുകളിൽ ലൈനിങ് വെച്ചതിന് ശേഷം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിൽ മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ടോട്ടൽ അലവൻസ് അടക്കം 45 ഇഞ്ച് വേണം. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ, അലവൻസ് കൂട്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് സൈഡിൽ കട്ട് ചെയ്തതിന് ശേഷം 4 പീസ് ബാക്കി വരും. അതിൽ 2 പീസ് ഞാൻ മാറ്റി വെച്ചിട്ട് ഒരു 2 പീസ് എടുത്തിട്ട് താഴെ നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 5 ഇഞ്ച് നീളത്തിലും എത്ര നമുക്ക് വിട്ട് കിട്ടണോ അതനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ മടക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള 2 പീസ് കൊണ്ട് നമുക്ക് അതിനെ കുറച്ച് ഭാഗം എടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കുക. മുക്കാൽ ഭാഗമുള്ള ഭാഗമായിട്ട് എടുത്തിട്ട് അതിനെ നമുക്ക് 4 എടുത്തിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തുണി അനുസരിച്ച് നമുക്ക് ഇതുപോലെ തുണിയൊക്കെ മാറ്റി വെച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോരുത്തരുടെ തുണി അനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ 2.5 മീറ്റർ ഉള്ളതായിരുന്നു എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ട് അതിനകത്ത്. അപ്പോൾ കുറച്ച് തുണി മാറ്റി വെച്ചിട്ട് ഞാൻ കോളർ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. കാണാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് അലവൻസും കൂട്ടിയിട്ടിട്ട് നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്തി, വിഡ്ത്ത് എത്രയാണോ വേണ്ടത് താഴെ വിഡ്ത്ത് അടയാളപ്പെടുത്തി 1.5 ഇഞ്ച് അലവൻസും കൂടി കൊടുത്തിട്ട് കേട്ടോ. ഇനി മുകളിൽ നിന്ന് താഴേക്ക് നമുക്ക് ആം ഹോള് അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആം ഹോള് 6.5 ആയിരുന്നു എടുത്തത്. അതിൻ്റെ കൂടെ ഒരു 2.5 അല്ലെങ്കിൽ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തതിന് ശേഷം അതിൽ നിന്നാണ് നമ്മൾ താഴെ 3 ഇഞ്ച് മാർക്ക് ചെയ്യണേ കേട്ടോ. മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് മുകളിൽ നിന്ന് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. എന്നിട്ട് എസ് മോഡലിൽ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നിവർത്തി വെച്ചതിന് ശേഷം ഫ്രണ്ട് ആം ഹോള് കട്ട് ചെയ്തെടുക്കുക. ലൈനിങ്ങും അത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ സ്ലീവ് കട്ട് ചെയ്യുന്നത് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോച്ചസ് ഇട്ട് കൊടുക്കാം കേട്ടോ സെൻറ്റർ ഭാഗത്ത്, അല്ലെങ്കിൽ മാറിപ്പോവും. അപ്പോൾ കട്ടിംഗ് ഒക്കെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗം
നമുക്ക് സ്റ്റിച്ച് ചെയ്യണ സമയത്ത് കാണാം. ആദ്യം നമുക്ക് കോട്ട് കോളർ സ്റ്റിച്ച് ചെയ്യാൻ പോവേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നെക്കിൻ്റെ ഭാഗമാണ് ആദ്യം എടുക്കുന്നത്. നമ്മൾ ആദ്യം നെക്ക് ചെയ്യാൻ പോവേണ്ട. അപ്പം നെക്ക് നമ്മൾ 3.25 ഇഞ്ച് വിഡ്ത്തിലും 4 ഇഞ്ച് ലെങ്ത്തിലും വി ഷേപ്പിൽ ഫ്രണ്ട് ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ടായില്ല. ഇനി അതിൻ്റെ സെൻറ്റർ എടുക്കാം കേട്ടോ. അപ്പം തുണി ആദ്യം തന്നെ നിവർത്തിയിടാം. അതിനുശേഷം സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ആ സെൻറ്ററിൽ നിന്നും ഒരു സൈഡിലേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പുറത്തെ സൈഡിലേക്ക് അതുപോലെ തന്നെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കറക്റ്റ് വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് തുണിയിൽ ഒരു ലൈൻ പോലെയുള്ള ഡിസൈനാണ് ഉള്ളത്. അപ്പോൾ കറക്റ്റ് നമുക്ക് ലൈൻ കിട്ടുന്ന രീതിയിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല വശത്ത് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കേണ്ട. അതിന് ശേഷമാണ് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം 1.5 ഇഞ്ച് അപ്പുറത്ത് ഇപ്പുറത്തുമായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ 1/4 ഇഞ്ചിലൊന്ന് വരച്ചു കൊടുക്കേണ്ട. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എത്രയാണോ നെക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത് അത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ആ ഷോൾഡർ ഭാഗത്ത് നിന്നും ഒരു 8 ഇഞ്ച് ഇതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് 8 ഇഞ്ചിന് എടുത്തിരിക്കുന്നത്. നമുക്ക് 8, 8.5, 9 ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് നമുക്കൊന്ന് വി ഷേപ്പിൽ ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഒരു 1/4 ഇഞ്ചിൽ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. മറച്ചിട്ടതിന് ശേഷം പതിച്ചടിച്ചു കൊടുക്കുക. അപ്പം ഞാൻ മെഷീനകത്ത് നൂലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകണ്ട. അപ്പം ഞാൻ ആ പ്രഷർ ഫൂട്ടിൻ്റെ അളവിനകത്താണ് എല്ലാവരും ചെയ്തെടുക്കുന്നത് കേട്ടോ. എല്ലാ അളവും എൻ്റെ അതാണ് കണക്ക് കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ വി ഷേപ്പായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായില്ല, അതിൻ്റെ നടുഭാഗത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. മറച്ചിട്ടിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്ന് പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുക. പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ മുകളിൽ നിന്ന് പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തൊന്ന് ഇത്തിരി ചുളിയലായിട്ട് വരും. അപ്പോൾ അവിടെ ഒന്ന് ഉള്ളിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക സൈഡ് ഭാഗത്ത്. അപ്പോൾ നമുക്ക് അറിയാം എത്രത്തോളം കട്ട് ചെയ്യണമെന്ന്. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ പ്രസ്സിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ മടക്ക് പോലത്തെ ഒരു വരും കേട്ടോ. അത് നമ്മൾ കോളർ ചെയ്തതിന് ശേഷം മടക്കി വെക്കേണ്ട ഭാഗമാണ്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല വശം ഫ്രണ്ട് ഭാഗത്തിൻ്റെ നിവർത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് വശവും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കതിൻ്റെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ ഒരു 1/4 ഇഞ്ചിലോ 1/2 ഇഞ്ചിൻ്റെ ഇടയിലായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ കറക്റ്റ് നമുക്കതറിയാലോ എത്രയാണ് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യണേന്ന്. അപ്പോൾ ഇതുപോലെ ഞാൻ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഒരു സൈഡിൽ, ആ ഒരു സൈഡിലത്തെ 1.5 ഇഞ്ചിൽ തുടങ്ങി നമ്മൾ ടേപ്പ് ഇങ്ങനെ വട്ടം പിടിച്ച് ആ ബാക്കിൻ്റെ ഭാഗത്തേക്കൂടെയൊക്കെ പോയിട്ട് ഫ്രണ്ടിലെ 1.5 ഇഞ്ചിൻ്റെ ഭാഗത്തേക്ക് അളവെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അളവെടുത്തപ്പോൾ 14 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കോളർ വെക്കാനുള്ള അളവ് കേട്ടോ. അപ്പോൾ 14 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 ഇഞ്ച് ആവില്ല. അപ്പോൾ നമ്മൾ ക്യാൻവാസിനകത്ത് അത് കട്ട് ചെയ്യാൻ പോവേണ്ട കേട്ടോ, കോട്ട് കോളർ. അതിന് വേണ്ടിയിട്ട് 8 ഇഞ്ച് വീതിയിലും 4 ഇഞ്ച് ലെങ്ത്തിലും ഞാൻ ഒരു പീസ് ക്യാൻവാസ് 2ആക്കി മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 8 ഇഞ്ച് വീതി നമ്മൾ നീളത്തിൽ ശരിക്കും ഇങ്ങനെ നിവർത്തി ഇടുമ്പോൾ 16 ഇഞ്ച് ഉണ്ട്, 4 ഇഞ്ച് നീളത്തിലോട്ട്. അപ്പം 2ആക്കി മടക്കി ഇടുമ്പോഴാണ് അതിന് 8 ഇഞ്ച് വീതി വരണേ കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് പിൻ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് നമ്മൾക്ക് 7 അല്ലേ വേണ്ടത്, 14 ഇഞ്ചിൻ്റെ പകുതി ആകുമ്പോൾ 7 ഇഞ്ച്, അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 7.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ 7.5 ഇഞ്ചിലേക്ക് നമുക്ക് താഴെ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കറക്റ്റ് ആ 7.5 പോയിന്റിലേക്ക് മുട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ആ ഫ്രണ്ട് ഭാഗത്ത് ആ മടക്കിയിട്ട ഭാഗം ഉണ്ടല്ലോ, മടക്ക് വരുന്നത്, അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അവിടെ നിന്ന് നമ്മൾ 7.5 അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇപ്പം മാർക്കുകളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ആ 7.5 ഉണ്ട് ഞാനിപ്പോൾ മുകളിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കറക്റ്റ്. ഇനി ആ 7.5യുടെ അപ്പുറത്തു നിന്നും ഇപ്പുറത്തേക്കും, അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു 1/2 ഇഞ്ച് വീതം നമുക്ക് ഇതുപോലെ ചരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇരിക്കണം കറക്റ്റ്. ഞാനത് ഇപ്പുറത്തെ ശരിക്കുള്ളതിൽ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ സൈഡിലിട്ടിട്ടായിരിക്കണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ മാർക്ക് ചെയ്ത പോലെയല്ല, ആ 1/2 ഇഞ്ച് ഉള്ളോടത്ത് വെച്ചിട്ടുള്ള കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഒരു 1/2 ഇഞ്ച് ഇട്ടിട്ട് അവിടെയും ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3.5 ഇഞ്ചിലാണ് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത്.
4 ഇഞ്ച് ടോട്ടൽ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സൈഡ് ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഇപ്പുറത്തേക്കും അപ്പുറത്തേക്കും ഒരു 1/2 ഇഞ്ച് ഇടാം കേട്ടോ. അപ്പോൾ അറ്റഭാഗത്ത് 1/2 ഇഞ്ചിലേക്ക് കൂടിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ 1/2 ഇഞ്ചിലേക്ക് കൂടിയാണ് കട്ട് ചെയ്തത്. അപ്പോൾ ശരിക്കും നമ്മൾ മറ്റേ പോലെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു മുനച്ച് നിൽക്കുന്ന ഭാഗമായിട്ട് വരും കേട്ടോ. ഇതിൽ എനിക്ക് മുനപ്പ് ഭാഗം അടിഭാഗത്തേക്ക് ആ റൗണ്ട് പോലെ ഇരിക്കുന്ന ഭാഗത്താണ് കിട്ടിയത്. അപ്പോൾ ഒരു പീസ് തുണി എടുത്തിട്ട് 1/4 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് എടുത്തിട്ട് നമുക്ക് മടക്കി അടിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ എടുത്തിട്ട് ലൈനിങ് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലൈനിങ് അല്ല, മെയിൻ ക്ലോത്തിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ക്യാൻവാസ് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വേറൊരു പീസ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അടിഭാഗത്ത് മാത്രം ഒരു 1/4 ഇഞ്ചിൽ മടക്കി അടിച്ചിട്ടുള്ളൂ കേട്ടോ ആദ്യം. അതിനുശേഷം മറ്റൊരു തുണി വെച്ച് കൊടുക്കുക. നല്ല വശം ചേർന്നിരിക്കുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തത്. 1/4 ഇഞ്ചിൽ നമുക്ക് ചുറ്റിലും കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടിഭാഗം അടിച്ചിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാണ്ട് ബാക്കിയുള്ള 3 സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 3 സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനൊന്ന് മറച്ചിട്ട് കൊടുക്കാം. മറച്ചിട്ടിട്ട് ഇതുപോലെ കിട്ടും കേട്ടോ. ഇതുപോലെ കിട്ടിയതിന് ശേഷം രണ്ടായിട്ട് മടക്കിയിട്ട് നോച്ചസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ നോച്ചസ് ഇട്ട ഭാഗം തുടങ്ങി നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം വന്നിട്ടുണ്ടായിരുന്നില്ലേ, നെക്കിൻ്റെ ഭാഗത്ത്, അതിൻ്റെ അവിടെ ഒരു നോച്ചസ് ഇട്ട് കൊടുക്കുക. അവിടെ വെച്ചിട്ട് നമുക്ക് ആ 1.5 ഇഞ്ചിലേക്ക് നമ്മൾക്ക് ഒരു സൈഡിലേക്ക് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ആ 1.5 ഇഞ്ചിൽ നിന്ന് ചുറ്റിലേക്കായിട്ട് അപ്പുറത്തെ 1.5 ഇഞ്ചിലേക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ പറയുന്നത്. ആദ്യം നമ്മൾ കോളർ വെക്കാത്ത പീസ് ഉണ്ടല്ലോ ആ ഭാഗത്താണ് ജോയിൻ ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം കോളറുള്ള ഭാഗം നമ്മൾ ക്യാൻവാസ് വെച്ച ഭാഗം കേട്ടോ, ആ ഭാഗമാണ് നമ്മൾ ഉള്ളിലേക്കായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മടക്കിയല്ല, അതിൻ്റെ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് മടക്കി വെച്ചാൽ ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കോട്ട് കോളർ സ്റ്റിച്ച് ചെയ്യാവുന്നുള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് അടിഭാഗത്ത് ഞെറിയിട്ട് കൊടുക്കേണ്ട പീസ് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഞെറിയിട്ട് കൊടുക്കുക. ആദ്യം നമ്മൾക്ക് ജോയിൻ ചെയ്തെടുക്കുക. ഒരു 1/4 ഇഞ്ചിൽ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കുറേ പീസായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് അടിച്ചു കൊടുത്തതിൻ്റെ മുകളിൽ കൂടെ ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുത്തു. ഇതുപോലെ വേറൊരു ചെറിയ 2 പീസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ 2 പീസ് എടുക്കാം, വള്ളി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ എടുക്കണ്ട. വള്ളി വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് എടുക്കാം. അപ്പോൾ തുണി ഇത്തിരി കൂടുതലുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ അടിച്ചു കൊടുത്തതിന് ശേഷം അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 ഇഞ്ചിൽ ആദ്യം മടക്കി, അതിനുശേഷം വീണ്ടും ഒരു 1/2 ഇഞ്ചിൽ മടക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്തു കേട്ടോ. എന്നിട്ട് ഇതിന് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്തിൽ എത്രയാണോ നമ്മൾ വീതി എടുത്തത് അതനുസരിച്ച് വീതി വരുന്ന രീതിയിൽ ഞാനിവിടെ ഞെറികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ നല്ല വശവും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം അതിന് മറിച്ചിട്ടിട്ട് ഒന്ന് പ്രസ്സിങ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്രസ്സിങ് സ്റ്റിച്ചും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട്. സ്ലീവിൻ്റെ ഭാഗം റെഡിയാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്ലീവ് 2 വശങ്ങളും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് നമ്മൾ ലൈനിങ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് വയ്ക്കുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ മറച്ചിട്ട് കൊടുക്കുക. മറച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള 3 വശങ്ങളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ. 2 ഭാഗങ്ങളും ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഡ്രസ്സിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്ലീവ്. അപ്പോൾ നോച്ചസ് ഇട്ട ഭാഗം കറക്റ്റ് സെൻറ്ററിനകത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ആ സെൻറ്ററിൽ നിന്നും ഒരറ്റത്തേക്ക് സ്ലീവിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെയാണ് ഞാനിവിടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1.5 ഇഞ്ച് അലവൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടായി. അതനുസരിച്ചൊന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വള്ളി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് വെറുതെ അടിച്ചെടുത്തിരിക്കുന്നതാണ്. എന്നിട്ട് ആ ഷേപ്പിൻ്റെ ഭാഗത്താണ് ഞാനിവിടെ വള്ളി വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പം നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും സ്റ്റിച്ച് ചെയ്തു. വളരെ സിമ്പിളായിട്ട് കോട്ട് കോളർ വെച്ചിട്ട് ഫ്രോക്ക് മോഡലിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ കറക്റ്റ് ആ കോട്ട് കോളർ സ്റ്റിച്ച് ചെയ്യും വെട്ടുമ്പോൾ ആ അരയിഞ്ച് അപ്പുറത്തേക്കാണ് വെട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മുനപ്പ് പോലെ ഇരിക്കും ആ കോളറിൻ്റെ ഭാഗം. ഞാനിത് അങ്ങനെ ഇല്ലാത്ത രീതിയിൽ കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു.